VTS മാൾ, വളരുന്ന ബന്ധം, തുടരുന്ന വിശ്വാസം. ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. നവീകരണം പൂർത്തീകരിച്ച പെരിന്തൽമണ്ണ കാര്യവട്ടം വില്ലേജ് ഓഫീസ് നാടിന് സമർപ്പിച്ചു. റവന്യൂ മന്ത്രി കെ രാജൻ വിർച്വൽ സംവിധാനത്തിലൂടെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നജീബ് കാന്തർ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 33.90 ലക്ഷം രൂപ ചെലവിലാണ് ആധുനിക രീതിയിലുള്ള പുതിയ കെട്ടിടം നിർമ്മിച്ചത്. നവീകരണം പൂർത്തീകരിച്ച കാര്യവട്ടം വില്ലേജ് ഓഫീസാണ് ജനങ്ങൾക്ക് തുറന്നുകൊടുത്തത്. പെരിന്തൽമണ്ണ മാനത്തുമംഗലം റോഡിലാണ് 40 സെന്റ് സ്ഥലത്ത് വില്ലേജ് ഓഫീസിന്റെ പുതിയ കെട്ടിടം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങൾക്കും സ്മാർട്ട് എന്ന സന്ദേശവുമായി റവന്യൂ വകുപ്പ് അടിമുടി മാറ്റത്തിന്റെ പാതയിലാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി കെ രാജൻ പറഞ്ഞു. ഓഫീസുകൾ വില്ലേജ് മുതൽ സെക്രട്ടേറിയറ്റ് വരെ ഗവൺമെന്റ് എല്ലാ റവന്യൂ ഓഫീസുകളെയും സ്മാർട്ടാക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ്. ഇപ്പോൾ തന്നെ മലപ്പുറം ജില്ലയിലെ 56 പുതിയ സ്മാർട്ട് ഓഫീസുകൾ കേരളത്തിലെ ഗവൺമെന്റ് ഈ കാലയളവിൽ അനുവദിച്ചിട്ടുണ്ടായി. അതിൽ 29 എണ്ണത്തിന്റെ പണി പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കാൻ കഴിയും. ബാക്കിയുള്ളവ വളരെ വേഗം പുരോഗതി പ്രാപിച്ചുകൊണ്ട് അവിടെ എല്ലാം നമുക്ക് പുതിയ കെട്ടിടങ്ങൾ ഉയരാനുള്ള സംവിധാനത്തിലേക്ക് പോവുകയാണ്. ഗവൺമെന്റ് അടിമുടി സ്മാർട്ടാവുകയാണ്. അതിന്റെ ഭാഗമായിട്ട് മലപ്പുറം ജില്ല ഉൾപ്പെടെ ശ്രദ്ധിക്കാൻ കഴിയുന്ന വിധത്തിൽ കേരളത്തിന്റെ ഇന്ത്യയുടെ പുറത്തുള്ള 10 രാജ്യങ്ങളിൽ ഇരിക്കുന്ന പ്രവാസികളായിട്ടുള്ള മലയാളികൾക്ക് പോലും അവരുടെ റവന്യൂ അവകാശങ്ങൾ അവിടെ ഇരുന്ന് നിർവഹിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് പോകും. 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നജീബ് കാന്തപുരം MLA 2020-21 വർഷത്തെ ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ചാണ് മികച്ച സൗകര്യങ്ങളോടെ വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം പൂർത്തിയാക്കിയത്. സ്മാർട്ടായതോടെ പൊതുജനങ്ങൾക്ക് മികച്ച സേവനം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷയെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ് പറഞ്ഞു. എല്ലാം സ്മാർട്ടായതിനു ശേഷം ഓൺലൈനാണ് രേഖകളെങ്കിലും പഴയ കാലഘട്ടത്തിലെ പല രേഖകളും സർട്ടിഫിക്കറ്റിന്റെ ഫയലുകളുമൊക്കെ സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യമുണ്ട്. അതിനുള്ള സൗകര്യവും വില്ലേജ് ഓഫീസിലുണ്ടാവണം. അതോടൊപ്പം തന്നെ എല്ലാ മാസങ്ങളിലും നടക്കുന്ന വില്ലേജ് തല ജനകീയ സമിതി പ്രദേശത്തെ പല പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനും മെച്ചപ്പെട്ട ഒരു ഇടപെടലാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു യോഗം നടത്തുന്നുള്ള സൗകര്യവും ഒക്കെ വില്ലേജ് ഓഫീസിൽ ഉണ്ടാകണം. ഇത്തരം കാര്യങ്ങൾ മുൻപിൽ കണ്ടുകൊണ്ടാണ് കാര്യവട്ടം വില്ലേജ് ഓഫീസിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ബഹുമാനീയനായ MLA നജീബ് കാന്തപുരം സർ അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ചു. കാര്യവട്ടം വില്ലേജ് ഓഫീസിൽ മികച്ച സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ നജീബ് കാന്തപുരം MLAയും പറഞ്ഞു. ഏറ്റവും ജനപങ്കാളിത്തമുള്ള ഒരു ഓഫീസ് എന്ന് പറയുന്നത് വില്ലേജ് ഓഫീസാണ്. നിരന്തരമായി ആളുകൾക്ക് ആവശ്യങ്ങളുമായി വരേണ്ട, നിരന്തരമായി ജനങ്ങൾക്ക് ബന്ധപ്പെടേണ്ട, അവരുടെ ജീവിതവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു ഓഫീസ് വില്ലേജ് ഓഫീസാണ്. ഈ നിയോജകമണ്ഡലത്തിലെ പല വില്ലേജ് ഓഫീസുകളിലും പല ഘട്ടങ്ങളിൽ സന്ദർശനം നടത്തിയ സന്ദർഭത്തിൽ ബോധ്യമായ ഒരു കാര്യം, വളരെ പ്രയാസകരമായി ഉദ്യോഗസ്ഥന്മാർ വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. വരുന്ന ഒരു സാധാരണക്കാരന് ഒന്നിരിക്കാൻ പോലും സൗകര്യമില്ലാതെ വളരെ കുടിസുമുറിയിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ഉദ്യോഗസ്ഥന്മാർ, ജീവനക്കാർ, അവരുടെ ബുദ്ധിമുട്ടും അവരാണ് ഏറ്റവും നല്ല സേവനം ജനങ്ങൾക്ക് നൽകേണ്ടത്. ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വളരെ പ്രധാനമായ കാര്യമാണ്. ഇന്ന് ഞങ്ങൾ വരുന്നത് പെരിന്തൽമണ്ണയിൽ ഉദ്ഘാടന ചടങ്ങിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ, വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM മുസ്തഫ, ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, വെട്ടത്തൂർ.